യെഹെസ്കേലിന്റെ പ്രവചനത്തിലേക്ക് നമുക്ക് വരാം. യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ അതിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ ഒരു അവിശുദ്ധ കൂട്ടായ്മ, അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, അതിൻ്റെ 25 മുതൽ അതിൻ്റെ നടുവിലെ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്. അവർ അലറി ഇരകടിച്ചു കീറുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു. നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപഹരിച്ചുകൊണ്ട് അവർ അതിൻ്റെ നടുവിൽ വിധവന്മാരെ വർദ്ധിപ്പിക്കുന്നു. ആരാണ്? പ്രവാചകന്മാര്. അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. എന്തിനാണ് ദൈവം പുരോഹിതന്മാരെ സഭയ്ക്ക് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശുദ്ധ വസ്തുക്കളെ വിശുദ്ധമാക്കാനാണ്. അശുദ്ധമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ പുരോഹിതന്റെ അടുത്ത് ചെന്ന് വിശുദ്ധമാകുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത, അവരെന്ത് ചെയ്യുന്നു? വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു പാടുണ്ടെങ്കിലും അത് വിശുദ്ധമാണോ അശുദ്ധമാണോ എന്നുള്ളത് ആര് പറയണം? പുരോഹിതൻ പറയണം. ഇപ്പൊ നമ്മളെ പ്രശ്നം എന്നറിയാം, ഒരു പ്രവാചകനും അത് പറയും, ഒരു പുരോഹിതനും അത് പറയുന്നില്ല. അവർ മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ മത്തിയെ അശുദ്ധനായി ഭവിക്കത്തക്ക വണ്ണം അവൾ എൻ്റെ ശബത്തുക്കളെ നോക്കാതെ കണ്ണു മറച്ചു കളഞ്ഞിരിക്കുന്നു. അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭം ഉണ്ടാക്കേണ്ടതിന് ഇരകടിച്ചു കിടന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിവാനും ദേഹികളെ നശിപ്പിക്കാനും നോക്കുന്നു. നോക്കുക, പുരോഹിതന്മാരെ ദൈവം ആക്കിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശുദ്ധ വസ്തുക്കളെ വിശുദ്ധമാക്കാനാണ്. വിശുദ്ധിയും അശുദ്ധിയും തമ്മിലുള്ള വേർതിരിവ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനാണ്. പക്ഷെ ഇന്ന് ആരാ പറയുന്നത്? ഇത് ലോകം, ഇത് ദൈവികം, ഇത് സഭ. ലോകത്തിനും സഭയ്ക്കും മധ്യത്തിലുള്ള മതിലിനെ അവരെന്ത് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്? പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഒരു പ്രവാചകനും വന്നിട്ട് അത് ലൗകികമാണ്, അത് നമുക്കുള്ളതല്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ല. വേദപുസ്തകപ്രകാരം ഇത് തെറ്റാ ബ്രദറെ എന്ന് ആരും പറയുന്നില്ല. നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പാതയിൽ നിങ്ങൾ പോയാൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഒരു പ്രവാചകനും പറയുന്നില്ല, പുരോഹിതന്മാരും പറയുന്നില്ല. പുരോഹിതന്മാരെ ആക്കിയത് മലിനതയും നിർമ്മലിനതയും തമ്മിലുള്ള ഭേദം വിളിച്ചു മാറ്റി പറയാനും തിരിച്ചു കൊടുക്കാനാണ്. പ്രഭുക്കന്മാരെ ദൈവം ആക്കിയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്യായം നടന്നാൽ അതിന് ശിക്ഷ കൊടുത്ത് നീതി നിർവഹിക്കാനാണ്. പക്ഷെ ഇവിടെ പ്രഭുക്കന്മാര് ലാഭം ഉണ്ടാക്കേണ്ടതിന് ഇരകടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിവാനും ദേഹികളെ നശിപ്പിക്കാനും നോക്കുന്നു. പിന്നെ ദൈവം പ്രവാചകന്മാരെ ആക്കിയതിന്റെ മറ്റൊരു പ്രധാന കാരണം, പുരോഹിതനോ പ്രഭുക്കന്മാരോ അല്ലെങ്കിൽ രാജാക്കന്മാരോ തെറ്റ് ചെയ്താൽ അവരുടെ അടുത്ത് ചെന്ന് നീ ചെയ്തത് തെറ്റാണെന്ന് പറയാനാണ്. പക്ഷെ ഇവിടുത്തെ പ്രവാചകന്മാരെന്ത് ചെയ്യുന്നു? അവർ വ്യാജം ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞും കൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു. ആരെങ്കിലും പറയുകയാണെന്ന് വെച്ചു, ബ്രദറെ ആ പറഞ്ഞത് ശരിയല്ലല്ലോ, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് സാരമില്ലെന്നേ, കുമ്മായം തേക്കുക. അങ്ങനൊന്നും ഇക്കാലത്ത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്കിപ്പോ വേർതിരിവൊന്നും കാണിക്കാൻ ഇക്കാലത്ത് പറ്റത്തില്ല ബ്രദറെ. പ്രവാചകനാ പറയുന്നു. പ്രവാചകന്റെ ജോലി എന്താണ്? ഇത് തെറ്റ്, ഇത് ശരി, ഇത് തെറ്റ് എന്ന് പോയി പറയുന്നു. നീ കാണിക്കുന്ന ഈ വഴിയെ പോയി കഴിഞ്ഞാൽ നിനക്ക് നാശമാണെന്ന് എന്ന് പറയേണ്ടവനാണ്. അപ്പൊ അവിടുത്തെ പുരോഹിതൻ തെറ്റി, പ്രഭുക്കന്മാര് തെറ്റി, പ്രവാചകനും തെറ്റി. പിന്നെ ജനങ്ങളുടെ കാര്യം പറയാനുണ്ടോ? ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു പറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശിയെ അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. കാര്യം മോളിൽ നിന്ന് തുടങ്ങിയതാ. ജനങ്ങളും ഇതിന്റെ പുറകെ പോകുകയാണ്. ഒരു അവിശുദ്ധമായ കൂട്ടായ്മ, അതാണ് നമ്മൾ കാണുന്നത്. അവിശുദ്ധമായ കൂട്ടായ്മ. അതുകൊണ്ടാണ് 22-ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 14-ാമത്തെ വാക്യം നമ്മൾ വായിച്ച വേദഭാഗം തന്നെ അവിടെ പറയുന്നത്, ഈ വേദഭാഗത്തിന്റെ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാനത് നിവർത്തിക്കുകയും ചെയ്യും. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ. കുറെ കളികളൊക്കെ കുറെ നാൾ നടക്കും. ഇവിടെ പുരോഹിതന്മാരും തെറ്റും, പ്രവാചകനും തെറ്റും, നേതാക്കന്മാരും തെറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്, ഒരു ഒടുക്കം നടക്കുന്നുണ്ട്. ആ നാളിനെ കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ആ നാൾ വരുമ്പോൾ, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഒരു ദിവസം വരുന്നു, ഒരു നാൾ വരുന്നു. അത് നേരത്തെ എന്നാണെന്ന് അറിയാമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, നമുക്ക് അതനുസരിച്ചൊന്ന് ഒരുങ്ങാമായിരുന്നു പറയാം. പക്ഷെ ആ നാൾ ആർക്കും അറിയില്ലെന്നാണ് നമ്മൾ കാണുന്നത്. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ അതുകൂടെ വായിക്കട്ടെ. ഞാൻ പെട്ടെന്ന് അതുകൂടെ വായിച്ച് നമുക്ക് നമ്മുടെ വ്യത്യാസം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊരു വിടുതൽ ഉണ്ടാകേണ്ടതിന് ഈ പഠനം മുഖാന്തരമായിട്ട് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതല്ല.
എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്നതുപോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, അത് വരുന്നതേ ഉള്ളൂ. അത് വന്നു കഴിഞ്ഞു എന്നും പറഞ്ഞ് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം AD 70 വന്നു, നമ്മൾ അറിഞ്ഞില്ലെന്നുള്ളതേ ഉള്ളെന്ന്. അങ്ങനൊന്നുമില്ല. എൻ്റെ കർത്താവ് വന്നാൽ ഞാൻ അറിയും, എൻ്റെ കർത്താവ് വന്നാൽ ഞാൻ അറിയുമെന്നേ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം AD 70 നീറോയുടെ കാലത്തിൽ കർത്താവ് വന്നേച്ചു പോയി. അന്തിക്രിസ്തു അതായിരുന്നു രഹസ്യ വരവ്. ഇങ്ങനത്തെ വേദപുസ്തക വിരുദ്ധമായ ഉപദേശങ്ങൾ പറയുന്നവന്റെ TV പ്രസംഗം പോലും നീ ഒന്നും കേൾക്കരുത്. ടെലിവിഷനിലൊക്കെ അങ്ങ് പറഞ്ഞോളുകയാണ് കർത്താവ് വന്നു കഴിഞ്ഞെന്ന്. കർത്താവ് വന്നു കഴിഞ്ഞില്ല, ആ നാൾ വരുന്നതേ ഉള്ളൂ. ആ നാൾ എന്നാ വരുന്നതെന്നുള്ളത് നമുക്കറിയില്ല. ഒരു പക്ഷെ ഇന്നായിരിക്കും ആ നാൾ. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ അതെപ്പോഴാണെന്നുള്ളത് പറയാൻ കഴിയില്ല. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവതല്ല. ഈ വ്യാജ പ്രസംഗം നടത്തുന്ന ദുരുപദേഷ്ടാക്കന്മാര്, ആ ദുരുപദേശം പ്രസംഗിക്കുന്നവനും നശിക്കും, അത് കേൾക്കുന്നവനും നശിക്കും. അത് സംഭവിക്കരുത്. എന്നാൽ 4-ാം വാക്യത്തിൽ പറയണം, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്നതുപോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവർ അല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായും ഇരിക്കുക. പ്രിയമുള്ളവരെ, ഇരുട്ടിനുള്ളവനെ പിടിച്ചോണ്ട് പോകും. ആ ദിവസം കള്ളനെ പോലെ വരും. ഇരുട്ടിനുള്ള ചിലരുണ്ട്, ഇരുട്ടിൽ വസിക്കുന്നവരുണ്ട്, ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. മുമ്പേ പറഞ്ഞല്ലോ, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അങ്ങനെ ഇരുളിനെ സ്നേഹിച്ച് ഇരുളിൽ ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ദൈവ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ തന്നെ ഉണ്ട്. അവരാ പിടിക്കപ്പെടുന്നത്. ആ നാൾ കള്ളൻ എന്നതുപോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവര് അല്ല. ഇരുട്ടിലുള്ളവൻ പിടിക്കപ്പെടും, അതിന് സംശയമൊന്നുമില്ല. ചിലർ സമാധാനമെന്ന്, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ അതാണല്ലോ അവർ പറയുന്നത്. ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും വരത്തൊന്നുമില്ലെന്ന്. എത്ര നാളായിട്ട് പറയുന്നു? 2000 വർഷമായില്ലേ പറയാൻ തുടങ്ങിയിട്ട്. എന്നൊക്കെ പറയുന്ന, നിർഭയമെന്ന് പറയുന്ന, സമാധാനമെന്നും നിർഭയം എന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ പെട്ടെന്ന് നാശം അനുഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാൻ കഴിയില്ല. ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തെറ്റി ഒഴിയാൻ കഴിയുകയില്ല. ആ ദിവസം നാശത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ വെളിച്ചത്തിനുള്ളവരായിരിക്കണം. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവർ അല്ല. ആകയാൽ ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായും ഇരിക്കുക. ഈ രാത്രിയിൽ എനിക്ക് പറഞ്ഞവസാനിപ്പിക്കാനുള്ള കാര്യം ഇതാണ്. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ബോധ്യത്തോടുകൂടെ, നിത്യതയെക്കുറിച്ചുള്ള തിരിച്ചറിവോടുകൂടെ നിങ്ങൾ ഉണർന്നും സുബോധമുള്ളവരുമായിരിക്കുക. ഓരോ ദിവസങ്ങളിലും കർത്താവിനോട് കർത്താവേ, ഇന്നാണോ നീ വരുന്നത്? ഞാൻ ഇനി എത്ര കൂടെ ഒരുങ്ങണം? എനിക്ക് എത്ര വിശുദ്ധി കൂടെ വേണം? എനിക്ക് എത്ര പാപം കൂടെ ചെയ്യാമെന്നല്ല ഞാൻ നോക്കുന്നത്. എനിക്ക് എത്ര വിശുദ്ധിയുടെ ആവശ്യമുണ്ട്? യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകാനായിട്ട് കർത്താവ് എന്നെ മുൻ നിയമിച്ചിരിക്കുകയാണെങ്കിൽ ആ രീതിയിൽ ജീവിക്കാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുക. എനിക്ക് അങ്ങനെ ജീവിച്ചാൽ മതി. എനിക്ക് എന്റെ യേശുവിനെ പോലെ ആയാ മതി. അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അതിനുവേണ്ടി ഒരു തീരുമാനമെടുക്കുക. ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യപിക്കുന്നു. അവനൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവൻ അതൊരു കണിയായിട്ട് ഒരു പെട്ടെന്ന് വരും, നാശം വന്നു ഭവിക്കും. എന്നാൽ നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. സുബോധത്തോടുകൂടെ. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഉള്ള രക്ഷയെ പ്രാപിക്കാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ നിയമിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവം നമ്മളെ നിയമിച്ചിരിക്കുന്നത് തന്നോട് കൂടെ ജീവിക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടുവാൻ വേണ്ടിയല്ല, തന്നോട് കൂടെ ജീവിക്കുവാൻ വേണ്ടി. തന്നോട് കൂടെ ജീവിക്കണമെങ്കിൽ, അവിടെ ജീവിക്കണമെങ്കിൽ ഇവിടെയും ജീവിക്കണം. എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ കർത്താവിനോട് കൂടെ അവിടെ ജീവിക്കുമെന്ന്. എന്നാന്നറിയാമോ? ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഇവിടെയും ഞാൻ ജീവിക്കുന്നത് യേശുവിന്റെ കൂടെയാ. മരിക്കുന്നത് പോലെ പിശാചിനെ പോലെ ജീവിച്ചേച്ച് ചാകുമ്പം പെട്ടെന്ന് യേശുവിനെ പോലെ ആകുമെന്ന് ആരും ചിന്തിക്കണ്ട. അവന്റെ പുത്രന്റെ സ്വരൂപത്തിൽ അനുരൂപരാകണമെങ്കിൽ ഇപ്പോൾ തന്നെ അത് നടക്കണം. ഇപ്പോൾ തന്നെ. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്നു, അവന്റെ അതേ പ്രതിമയായി രൂപപ്പെടുന്നെന്ന്. അതേ പ്രതിമയായി രൂപപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പോലെ തന്നെ ആകും. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവന്റെ അതേ പ്രതിമയായി
രൂപപ്പെടുന്നു. അതേ പ്രതിമയാകണമെങ്കിൽ അവന് യോജിക്കാതെ എന്നിലുള്ളതിനെ എല്ലാം ഞാൻ ചെത്തിക്കളഞ്ഞാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെത്തിക്കളയാൻ കർത്താവിനെ ഏൽപ്പിച്ചാലേ പറ്റുള്ളൂ. കാര്യം അവൻ വരുമ്പോൾ അവനെ പോലെ ആയിക്കൊണ്ട് വേണം എനിക്ക് അവനെ എതിരേൽക്കാൻ. അവനിൽ ഈ പ്രത്യാശയുള്ളവരൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഒരു നാൾ വരുന്നു, ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിന്റെ ദിവസം വരുന്നു. അത് നിങ്ങൾക്ക് ഇരുളിലുള്ളവരെ പോലെ നിങ്ങൾ നശിച്ചു പോകുവാൻ വേണ്ടിയല്ല. പകലിനുള്ളവനാണോ ഞാൻ? വെളിച്ചത്തിലാണോ ഞാൻ വസിക്കുന്നത്? അതോ വെളിച്ചത്തെക്കാൾ അധികം ഞാൻ ഇരുളിനെ സ്നേഹിക്കുന്നുള്ളോ? ഞാനൊരു വിഡ്ഢിയാണോ? ദൈവ സംബന്ധിയായി സമ്പന്നനാകാത്ത ഓരോരുത്തരും വിഡ്ഢിയാണെന്നാണ് പറയുന്നത്. ദൈവ വിഷയമായുള്ള സമ്പന്നതയാണ് ഏറ്റവും പ്രധാനം. നിത്യതയെക്കുറിച്ചുള്ള ദർശനമാണ് പ്രധാനം. ഭൂമിയിലുള്ള ഒരു കാര്യവും നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. ഭൂമിയിലൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. പക്ഷെ ഭൂമിയിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. അതെല്ലാം ഇവിടെ ഒരു ശ്വാസം മാത്രമാണ്. അതുകൊണ്ട് കാര്യമില്ല. എന്താണ് ആവശ്യം? നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ജീവിതം വിശുദ്ധിയോടെ ജീവിക്കണം. വിശുദ്ധിയോടെ. ഒരു ഒടുക്കമുണ്ട്. അതും ഇതും കാണിച്ച് ജീവിതം നശിപ്പിക്കുന്ന എല്ലാവരോടുമുള്ള സന്ദേശം, ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു ഒടുക്കത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഇവിടെ പറയുന്നു, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും എന്ത് ചെയ്താലും, ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിനും നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കാൻ അത്രയും നമ്മളെ നിയമിച്ചിരിക്കുന്നത്. ഈ നിയമനം കളയരുത്, ഇതിൽ നിന്ന് ചാടിപ്പോകരുത്. കർത്താവ് നമ്മളെ നിയമിച്ചിരിക്കുന്നത് അവനോട് കൂടെ ജീവിക്കാനാ. അതിപ്പോഴേ ജീവിച്ചോണം, ഇപ്പോൾ തന്നെ നമ്മൾ ജീവിച്ചോണം. നമ്മൾ പകലിലുള്ളവരായിരിക്കണം. ആ പകലിൽ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം അത് പ്രധാനമായിട്ടും അതാണ്. ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവർ ആകയാൽ വിശ്വാസവും സ്നേഹമെന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ച് സുബോധമായിരിക്കുക. സുബോധമുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ വിഡ്ഢികളായിട്ട് ജീവിക്കാനാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും സ്വർഗത്തിലായിരിക്കണം, ഭൂമിയിലല്ല. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപങ്ങളെ സ്വരൂപിക്കരുത്. എവിടെയാണ് നമ്മൾ സ്വരൂപിക്കേണ്ടത്? പണം മാത്രമല്ല, നമ്മളെ എല്ലാ കാര്യങ്ങളും സ്വരൂപിക്കേണ്ടത് സ്വർഗത്തിലാണ്. എൻ്റെ ക്യാരക്ടർ, ഞാൻ യേശുവിനെ പോലെ ജീവിച്ചുകൊണ്ട്, ഇവിടെ യേശുവിനോട് ചേർന്ന് ജീവിച്ചുകൊണ്ട്, അതിനുവേണ്ടിയാണ് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത്. ഞാൻ ഇരുളിനുള്ളവനല്ല, ഞാൻ ഇരുളിനെ സ്നേഹിക്കുന്നില്ല. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചതാണ്. ഇന്ന് രാത്രി നമ്മളോട് തന്നെ ചോദിച്ചേ, ഞാൻ എന്തിനെയാ കൂടുതൽ സ്നേഹിക്കുന്നത്? ജഡിക സുഖങ്ങളെയാണോ, സുഖഭോഗങ്ങളെയാണോ, പണത്തെയാണോ, പദവികളെയാണോ, കസേരയാണോ? അതോ ഞാൻ സ്നേഹിക്കുന്നത് വെളിച്ചമായ യേശുവിനെയാണോ? കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ. ഈ ബൈബിൾ ക്ലാസ്സിൽ ദൈവം നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? എന്തും ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ കഴിയും. മാനുഷികമായി പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും ആത്യന്തികമായി നിന്നെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ, ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ നിങ്ങൾ നിൽക്കേണ്ടി വരും. അന്ന് നിങ്ങളുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മളെ തന്നെ സമർപ്പിക്കാം. പകലിനുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ആ ദിവസം കള്ളൻ എന്നതുപോലെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല, പകലിനുള്ളവർ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിൽ സംഭവിച്ചു പോയ വിശ്വാസ പാതകത്തെ ഞങ്ങൾ ഓർക്കുന്നു. വിശ്വാസത്യാഗിനിയായ ഇസ്രായേലിനേക്കാൾ വിശ്വാസപാതകിയായ യഹൂദ കൂടുതൽ കർത്താവെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നെന്നും ദൈവവിരുദ്ധരാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. എങ്കിലേക്ക് മനം തിരിയുവിൻ എന്നുള്ള നിന്റെ വാക്കുകളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സമൂഹം പാപം ചെയ്തു പോയി. ഞങ്ങളിൽ തന്നെ പലരും പാപികളായിപ്പോയി. ഞങ്ങൾ തന്നെ പലപ്പോഴും പാപം സംഭവിച്ചു പോയി. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. ഞങ്ങൾക്കൊരു മടങ്ങി വരവ് ആവശ്യമുണ്ട്. കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഒരു ഒടുക്കമുണ്ട്. ആ ദിവസം കള്ളനെ പോലെ വന്ന് ഞങ്ങളെ പിടിക്കപ്പെടാതിരിക്കേണ്ടതിന് പകലിൽ വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വെളിച്ചത്തെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന കർത്താവെ, ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ ജീവിക്കേണ്ടതിന് വെളിച്ചത്തെ നിഷേധിച്ച് ഇരുളിനെ സ്നേഹിക്കുവാൻ ഒരിക്കലും ഞങ്ങൾക്കിടയാക്കരുതേ. ലോകത്തിൽ സമ്പന്നനാകാനല്ല, ദൈവവിഷയമായി സമ്പന്നനാകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിത്യതയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതം നിനക്കൊരു സുഗ്രാഹ്യ വാസനയാക്കണമേ. ഞങ്ങളെ നീ നിയോഗിച്ചത് നിന്നോടുകൂടെ ജീവിക്കേണ്ടതിനാണെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങനെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. നിന്നെ കേൾക്കുവാൻ, നിന്നെ അറിയാൻ, നിന്നെ തൊടാൻ, കർത്താവെ നിന്നെ കെട്ടിപ്പിടിക്കാൻ കഴിയുന്ന അത്രയും അടുപ്പത്തിൽ നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ.
നിന്റെ പുത്രന്റെ സ്വരൂപത്തിൽ അനുരൂപരാകുവാൻ നീ ഞങ്ങളെ മുൻ നിയമിച്ചിരിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിന് യോജിക്കാത്തത് എന്തെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ അതിനെയെല്ലാം ചെത്തിക്കളയുവാൻ ഞങ്ങൾ ഒരുക്കമാ കർത്താവേ. ആ ചെത്തലിൽ ചിലപ്പം വേദന ഉണ്ടാകും, പലതും തെറിച്ചു പോകട്ടെ. ഞങ്ങൾക്കതൊന്നും വിഷയമല്ല. ഞങ്ങൾക്ക് വല്ല വിധേനയും നിന്റെ സ്വരൂപത്തോട് അനുരൂപരായാൽ മതി. ഞങ്ങൾ ഇരുളിനുള്ളവരല്ല, ഞങ്ങൾ പകലിനുള്ളവരെന്ന് ഒരിക്കലുള്ള ഏറ്റുപറയുന്നു കർത്താവേ. നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഒരു പുതിയ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ട്രാൻസ്ഫോർമേഷൻ ഞങ്ങൾക്ക് തരണമേ. ഈ വചനം ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമായി തീരരുതേ കർത്താവേ. ദൈവകൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ.